വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും സംശയങ്ങളാണ് ഈ ഓരോ വീഡിയോകളിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ എപ്പിസോഡുകളിലേക്ക് വരുന്നത്. വിവാഹം കഴിഞ്ഞ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്ന പീരീഡ് മിസ്സാകുമ്പോഴാണ്. മെൻസ്ട്രുവേഷൻ പ്രഗ്നൻ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഡിസ്ചാർജസ്, ബ്ലീഡിംഗ് ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കുന്നൊരു മാറ്ററാണ്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിലും ഗർഭാവസ്ഥയിലൂടെ കടന്നുപോയ സ്ത്രീ എന്ന നിലയിലും ഉള്ള അനുഭവങ്ങളും അറിവും പങ്കുവയ്ക്കുന്നു. എല്ലാറ്റിനും മുൻപേ നമ്മൾ പീരീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. മെൻസ്ട്രുവേഷൻ അത് 28 ഡേയ്സ് സൈക്കിളാണ് നോർമലി. നമ്മുടെ ശരീരത്തിൽ 2 ഓവറികളാണുള്ളത്, റൈറ്റ് ഓവറി, ലെഫ്റ്റ് ഓവറി. ഇത് രണ്ടും യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നതൊരു ട്യൂബ് വഴിയാണ്. ഇതിലേക്ക് മെച്ചോർഡ് ആവുന്ന ഓവം അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്യുന്നു. ഈ ട്യൂബിലേക്കാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ബീജവുമായിട്ട് ചേർന്ന് ഒരു കുഞ്ഞുണ്ടാകാനുള്ള എംബ്രിയോ ഉണ്ടാവുന്നത്. എന്നാൽ അതിനു മുൻപ് ഇത് കൂടിച്ചേരാതെ, അതായത് വിജയകരമായ കൂടിച്ചേരൽ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പുറന്തള്ളപ്പെടും. അതാണ് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഹോർമോൺസിൻ്റെ സഹായമുണ്ട് ഇതിനകത്ത്. പ്രധാനമായിട്ട് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഇതിൻ്റെയൊക്കെ വ്യതിയാനങ്ങളാണ് പീരീഡിലേക്കും അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുമൊക്കെ നമ്മളെ എത്തിക്കുന്നത്. ചില വ്യക്തികളിൽ 30-35 ദിവസം വരെ ദൈർഘ്യം ഒരു സൈക്കിളിന് കാണപ്പെടാറുണ്ട്. പിന്നെ ആദ്യമായി പീരീഡ് ആകുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു 45 ഡേയ്സ് വരെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ടീനേജേഴ്സിന്. എന്നാൽ അതിനേക്കാൾ ദൈർഘ്യം വന്നാൽ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ റീസൺ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. 28 ദിവസം സൈക്കിളുള്ള ഒരു വ്യക്തിയുടെ ഓവുലേഷൻ ടൈമും അതുപോലെ ഏത് സമയമാണ് സേഫായിട്ടുള്ള ടൈം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. 28 ഡേയ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ജനുവരി 15-നാണ് പീരീഡ് ആകുന്നതെങ്കിൽ, പീരീഡിൻ്റെ ബ്ലീഡിങ് ഡേ എങ്കിൽ അവരുടെ നെക്സ്റ്റ് പീരീഡ് ബ്ലീഡിങ് എന്ന് പറയുന്നത് ഫെബ്രുവരി 11-ലായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനുവരി 15-ഉം 28th ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 11-ഉമാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ 14th ഡേ ആയിരിക്കും ഓവുലേഷൻ എന്ന് പറയുന്നത്. അത് ജനുവരി 28 ആയിരിക്കും 14th ഡേ. ആ ഒരു ടൈമാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം. അതായത് അണ്ടം ട്യൂബിലേക്ക് വരുന്ന ഒരു ടൈമാണ് ഓവുലേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ്. അത് 14th ഡേ ആണ് 28 ഡേയ്സ് സൈക്കിൾ ഉള്ള ഒരു സ്ത്രീയുടെ പീരീഡ്സിൽ കേട്ടോ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഫസ്റ്റ് 5 ഡേയ്സിനെ കുറിച്ചിട്ടാണ്. ഈ സമയത്ത് പീരീഡ് ബ്ലീഡിങ് ആയതുകൊണ്ട് നമുക്ക് കൂടിച്ചേരൽ അല്ലെങ്കിൽ ബീജവുമായിട്ടുള്ള സംയോജനം ഉണ്ടാകില്ല. 6 to 8 ഡേയ്സ് ആണെങ്കിൽ ചെറുതായിട്ട് സാധ്യതയുണ്ട്. 9 മുതൽ 17, 9 to 17 ഡേയ്സ് ആണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് ഫെർട്ടിലിറ്റിക്ക്, അതായത് ഗർഭധാരണം ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. പിന്നെ 18 മുതൽ 28 ദിവസം വരെ സേഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗർഭധാരണത്തിന് സാധ്യത ഏറ്റവും കുറവുള്ള ഒരു ടൈമാണ്. ഇനി പ്രീ മെൻസ്ട്രൽ സിംറ്റം, അതായത് പീരീഡ് വരുന്നതിന് മുൻപ് കുറച്ച് സിംറ്റംസ് കാണും. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ കുറച്ച് വേദന ഉണ്ടാവും, അതുപോലെ ആക്നെകൾ, പിമ്പിൾസ് ബ്രേക്കൗട്ട് ചെയ്യും, ചെറിയ പെയിൻ ഉണ്ടാവും അടിവയറിന്, അതുപോലെ വല്ലാത്തൊരു തളർച്ച വരും, വൊമിറ്റിങ് വരാറുണ്ട്, സ്വെറ്റിങ് വരാറുണ്ട്. അങ്ങനെ ബ്ലീഡിങ് ഒരു ആവറേജ് ആയിട്ട് 3 to 4 ഡേയ്സാണ് ഉണ്ടാവുന്നത്. ചിലർക്കത് 7 to 8 ഡേയ്സും ആകാറുണ്ട്. ഇതിൽ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് റീസൺ മനസ്സിലാക്കണം. ഇനി പീരീഡ് മിസ്സാകാനുള്ള കാരണങ്ങൾ: പ്രഗ്നൻസി ആകാം, അല്ലെങ്കിൽ PCOS ഓർ PCOD ആകാം, തൈറോയ്ഡ് ഇംബാലൻസ് ആകാം, ഫുഡോ ക്ലൈമറ്റിൻ്റെ വ്യതിയാനമാകാം, സ്ട്രെസ് ആകാം, പിന്നെ ബ്ലീഡിങ് മോർ ദാൻ 10 ഡേയ്സോ, ഒരു മാസത്തിൽ കൂടുതലോ, അല്ലെങ്കിൽ ഒരു മാസത്തിന് 2 തവണ ബ്ലീഡിങ്, 2 മാസം കൂടുമ്പോൾ ഉള്ള ബ്ലീഡിംഗ് ഒക്കെ റെഡ് ഫ്ലാഗ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്.